ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി സ്നാക്സ് ആണ്. അതിനാവശ്യമായ സാധനങ്ങൾ നമ്മൾക്ക് ആദ്യം നോക്കാം. ഏകദേശം ഒരു 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചേർക്കാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കറുത്ത എള്ള്, 1/2 ടീസ്പൂൺ നല്ല ജീരകം ഒന്ന് ചതച്ചത്, 1/2 ടീസ്പൂൺ അയമോദകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. പിന്നെ നമ്മൾക്ക് ഇതിന് ആവശ്യമായ കുറച്ച് നെയ്യ് ചേർക്കാനായിട്ട് ആവശ്യമായിട്ടുണ്ട്. ആദ്യം നമ്മൾക്ക് നെയ്യ് ഒഴിച്ച് ഈ പൊടിയൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കരുത്, നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നന്നായിട്ട് നെയ്യ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കണം, ഈ ഒരു പരുവത്തിന് എടുക്കണം. ശേഷം നമുക്ക് ഇതിലെല്ലാം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, എള്ള്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, അയമോദകം. അയമോദകം നമ്മൾക്ക് വയറിനൊക്കെ നല്ലതാണ്. ഗ്യാസിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവർക്ക് നല്ലൊരു ഔഷധമാണ് അയമോദകം. നല്ലൊരു ടേസ്റ്റുമാണ്. ഈ അയമോദകം ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും. നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ശേഷം നമുക്ക് ചെറുതായിട്ട് വെള്ളം തെളിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം. ഇതുപോലെ നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ട് നമ്മൾക്കൊരു 20 മിനിറ്റ് മാറ്റി വയ്ക്കാം. നമ്മളുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നല്ലപോലെ കുറച്ച് നേരം കുഴച്ചിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല മയം കിട്ടും. ഇത് രണ്ടായിട്ട് ഭാഗിക്കണം. നമ്മൾക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറയ്ക്കണ്ട. ഒരുപാട് കനം കൂടിപ്പോവുകയും ചെയ്യരുത്. നമ്മൾക്ക് ചപ്പാത്തിക്ക് പരത്തുന്ന അത്രയും കനം കുറച്ച് പരത്തണ്ട, അതിലും കുറച്ചുകൂടി കനത്തിൽ പരത്തിയെടുക്കണം. കുപ്പിയുടെ അടപ്പെടുക്കണം. അതൊരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇങ്ങനെ എടുക്കണം. നമുക്കിത് കുറേശ്ശെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് സമയത്തേക്ക് നമ്മൾ ഇളക്കരുത്. കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളിങ്ങനെ നോക്കണം, മറിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇടാവുള്ളൂ. നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് പുറം കരിഞ്ഞു പോകും, ഉള്ളു വേഗത്തില്ല. പാകത്തിനായിട്ടുണ്ട്. നമ്മൾക്ക് കോരിയെടുക്കാം. നല്ല ക്രിസ്പായിട്ട് ആകുമ്പോഴത്തേക്ക് നമ്മളത് എടുക്കണം.
നമ്മളുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.